Hi students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്. നമ്മൾ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സിനെ കുറിച്ചായിരുന്നു ഇത്ര ക്ലാസ്സുകളിൽ ചെയ്തിരുന്നത്. ഇനി ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. പേരിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ഇവിടെ നമ്മൾ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ക്വാണ്ടിറ്റിക്കാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രൈസ് ഓരോ ഐറ്റത്തിൻ്റെയും പ്രൈസാണ്. എങ്കിൽ ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ മെഷർ ചെയ്യുന്നത് പരമാവധി ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ആ വോള്യൂം എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, എത്ര കൺസ്യൂം ചെയ്തു എന്നൊരു ആ ക്വാണ്ടിറ്റിക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഈ ഫോർമുലാസ് എന്ന് പറയുന്ന ജസ്റ്റ് നമ്മൾ ഇതുവരെ ചെയ്ത അതേ ഫോർമുല തന്നെയാണ്, ഒരേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. നമ്മൾ ചെയ്ത ഇക്വേഷനിൽ ആദ്യം P1 Q0 അല്ലെങ്കിൽ പ്രൈസ് ആയിരുന്നു ആദ്യം കൊടുത്തത്. ഇവിടെ ജസ്റ്റ് നേരെ ചേഞ്ച് ചെയ്തിട്ട് പിയുടെ സ്ഥാനത്ത് ക്യൂവും ക്യൂവിൻ്റെ സ്ഥാനത്ത് പി ആയി മാറുന്നു എന്ന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. ഇവിടെ നമുക്ക് 4 ഇക്വേഷൻസ് ഉള്ളത്. ഫിഷേഴ്സിൻ്റെ ഫോർമുല ഉണ്ട്, ലാസ്പേഴ്സ് ഫോർമുല ഉണ്ട്, പാസ്റ്റേഴ്സ് ഫോർമുല ഉണ്ട്, അതേപോലെ വെയ്റ്റഡ് ആവറേജ് റിലേറ്റീവ് മെത്തേഡും ഉണ്ട്. ഫിഷേഴ്സിൻ്റെ ഫോർമുല നമുക്കറിയാം, √σ P1 Q0 ആയിരുന്നു. പക്ഷെ ഇവിടെ പകരം എന്തായി, Q1 P0. നേരെ ഓപ്പോസിറ്റാണ്. പിയുടെ പ്ലേസിൽ ക്യൂ ആക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ വ്യത്യാസം വരുന്നുള്ളൂ. ലാസ്പേഴ്സിൻ്റെ ഫോർമുലയ്ക്ക് നമ്മൾ ക്വാണ്ടിറ്റി ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി മാത്രം ഉണ്ടായിരുന്നത്. പാസ്റ്റ് ആകുമ്പം കറണ്ട് ഇയറിൽ ക്വാണ്ടിറ്റി ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സ്ഥാനത്തൊക്കെ P0 P1 ആയി മാറിയെന്നേ ഉള്ളൂ. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ആണെങ്കിലും σ/V/V ആയിരുന്നു. അവിടെ I എന്ന് പറയുന്നത് Q1/Q0 ആണ് നമ്മൾ I കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത്. ഇത്രയാണ് ഇതിൽ നോക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഇവിടെ വെയ്റ്റഡ് ആവറേജ് റിലേറ്റീവ് മെത്തേഡിൽ ചെയ്യാനുള്ളത് നമുക്ക് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, അതായത് Q1 Q0 ആണ് തന്നിരിക്കുന്നത്, വെയ്റ്റും തന്നിട്ടുണ്ട്, ഐറ്റം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ കൊണ്ടുവരുമ്പം I = Q1/Q0 × 100 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസിൽ Q1 എന്ന് പറയുന്നത് 2008 വാല്യൂ ആണല്ലോ, 12 ആണ് വരുന്നത്. 12/10 × 100 ചെയ്യുമ്പോൾ 120 നമുക്ക് കിട്ടും. അപ്പോൾ I കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വേണ്ടത് വെയിറ്റ് ആണ്. വെയിറ്റ് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, 543 തന്നിട്ടുണ്ട്. അടുത്ത കോളം എന്ന് പറയുന്നത് IV ആണ്, I × V ആണത്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ I എന്ന് പറയുന്നത് 120 ആണ്. രണ്ടാമത്തെ വെയിറ്റ് കോളത്തിൽ വരുന്നത് 5 ആണ് വരുന്നത്. 120 × 5 600 ആയിട്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് ഇൻറ്റു ചെയ്തതിന് ശേഷം വിയുടെ കോളവും അതേപോലെ IVയുടെ കോളവും നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അതിനുശേഷം ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ = σ/IV / σV. 1475 / 12 = 122.92. ഇതാണ് ഒരു മെത്തേഡ് അല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കമ്പ്യൂട്ട് ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ യൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് ഫോർമുല. ഇവിടെ നമ്മളോട് ഇന്ന മെത്തേഡ് എന്ന് പറയുന്നില്ല, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ഫോർമുല യൂസ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാലോ, എപ്പോഴും നമ്മൾ ചെയ്യുമ്പം സാധാരണ ഐഡിയൽ ഫോർമുല എന്ന് പറയുന്നത് ഏതാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഫിഷേഴ്സ് ഫോർമുല തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ നോക്കുക. കമ്മോഡിറ്റീസ് ഉണ്ട്, 2001 പ്രൈസും അതിൻ്റെ വാല്യൂ ഉണ്ട്, 2008 പ്രൈസും ടോട്ടൽ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ രണ്ടും ബേസ് ഇയറിലെയും കറണ്ട് ഇയറിലെയും അവൈലബിൾ ആയതുകൊണ്ട് നമുക്കറിയാം ഫിഷേഴ്സിൻ്റെ ഫോർമുലയാണ് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിരിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടല്ല ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, പ്രൈസും ടോട്ടൽ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കാണണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ വാല്യൂ / പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോളം കമ്മോഡിറ്റി ABC എന്ന് എഴുതി. പിന്നെ 2001 പ്രൈസ് തന്നിരിക്കുന്നത്, അപ്പോൾ അതിനെ P0 എന്ന് പറയാം. 8, 10, 16 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ടോട്ടൽ വാല്യൂ എന്നുള്ളവിടെ നമ്മൾ ക്വാണ്ടിറ്റിയാണ് കാണിക്കേണ്ടത്. ക്വാണ്ടിറ്റി കാണിക്കണമെങ്കിൽ 80/8 അതാണ് നമ്മൾ ചെയ്യുന്നത്. 80/8 എന്ന് പറയുമ്പോൾ എത്രയാണ്, 10 ആണ് വരുന്നത്. അതാണ് Q0 എന്ന് പറയുന്നത്. അങ്ങനെ 90/10 256/16 ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് Q0 ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 2008 പോകുമ്പം അത് P1 ആണ് പ്രൈസ് എന്ന് പറയുന്നത്. 10, 12, 20 തന്നിട്ടുണ്ട്. അവിടെയും ടോട്ടൽ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് Q ആണ് കാണേണ്ടത്. അപ്പോൾ 110/10 ചെയ്യുമ്പോൾ 11 കിട്ടും. 108/12 അതേപോലെ 340/20 അത്രയും ചെയ്യുമ്പോൾ നമുക്ക് Q1 അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 4 കോളം തന്നെയാണ്. P1 Q0 ആയിരുന്നു നമ്മൾ അവിടെ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ Q1 P0 ആണ്, Q0 P0, Q1 P1, Q0 P1 ഇങ്ങനെ 4ഉം ഇൻറ്റു ചെയ്ത് കണ്ടതിന് ശേഷം അത് ടോട്ടൽ ചെയ്യുന്നുണ്ട്. ടോട്ടൽ ചെയ്തിട്ട് ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പറിൽ നമ്മൾ ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ √σ Q1 P0 ×
divided by sigma Q0 P0 into Q1 P1 divided by sigma Q0 P1 into 100. വാല്യൂസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ ഉണ്ട്. നമ്മളതിൽ അപ്ലൈ ചെയ്യുന്നു. ശേഷം കിട്ടുന്ന ആൻസർ അതിൻ്റെ റൂട്ടും കൂടി കാണുമ്പോൾ 105.66 കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്കിവിടെ വരുന്നൊരു ടോപ്പിക്കാണ് ഫിക്സഡ് ബേസും ചെയിൻ ബേസ് മെത്തേഡും. എന്താണ് ഫിക്സഡ് ബേസ്, എന്താണ് ചെയിൻ ബേസ്? അതിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിനെ കുറിച്ച് അറിയാൻ വേണ്ടി മാത്രമാണ് ഇവിടെ പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനില്ല, ഇങ്ങനെ എക്സാമിനൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടതൊന്നുമല്ല. എന്നാലും ആ പേര് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണ്. അവിടെ ബേസ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ചെയിൻ ബേസ് ആവുമ്പം നമ്മുടെ മുന്നിൽ കിട്ടുന്ന ആ വാല്യൂവിനെ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ പിന്നീടുള്ള കാൽക്കുലേഷൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ബേസ് ഇയർ ബേസ് മെത്തേഡ് എന്ന് പറയുമ്പം അവിടെ നമ്മൾ ആ ഇൻഡെക്സ് എപ്പോഴും ഒരേ ഫിക്സഡ് ആയിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. When we want to construct index numbers of phenomenon for a number of periods with a particular period as base period, method applied is called fixed base method. ഫിക്സഡ് ബേസ് മെത്തേഡിൽ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പീരീഡിനെ കോൺസ്റ്റൻ്റ് ആക്കി അവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിൻ്റെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് പറയുമ്പോൾ ഭയങ്കര കൺവീനിയൻ്റ് ആണ്, നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ പല ഓർഗനൈസേഷൻസും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. നോർമൽ ഇയർ ആണ് അവിടെ ഒരു ബേസ് ഇയർ ആയിട്ട് അവർ ചൂസ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ റിലേറ്റീവ് വാല്യൂസ് ഒബ്റ്റൈൻഡ് വിൽ ബി മോർ റീസണബിൾ, ബട്ട് ദിസ് മെത്തേഡ് ഹാസ് സർട്ടൻ ലിമിറ്റേഷൻസ്. ഈ ഒരു മെത്തേഡിന് ചില പോരായ്മകളുണ്ട്. സമയം മാറും തോറും അല്ലെങ്കിൽ കാലങ്ങൾ കഴിയും തോറും കണ്ടീഷൻസ് ജനങ്ങളുടെ ഓരോ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ചേഞ്ചസ് ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു വർഷത്തെ മാത്രം ബേസ് ഇയർ ആക്കി വെക്കുമ്പോൾ അല്ലെങ്കിൽ ഫിക്സഡ് ആക്കി വെക്കുമ്പോൾ ആ മാറ്റങ്ങളെ പൂർണ്ണ അളവിൽ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നുള്ള, കാരണം അതെല്ലാം പുതിയ പുതിയ കാര്യങ്ങളായിട്ട് അവിടെ മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ആ ഒരു ലിമിറ്റേഷൻ ഈ ഒരു മെത്തേഡിനുണ്ട്. ഇവിടെ ഇക്വേഷനായിട്ട് പറയുകയാണെങ്കിൽ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ കാണാൻ പറയുമ്പോൾ പ്രൈസ് ഫോർ ദാറ്റ് ഇയർ, ഏത് വർഷമാണോ ആ വർഷത്തെ പ്രൈസ് ഡിവൈഡ് ബൈ ഫിക്സഡ് ബേസ് ഇയർ ആക്കി വെച്ചതിലത്തെ പ്രൈസ് ഇൻറ്റു 100, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇക്വേഷൻ മറന്നു പോയാൽ പോലും ഈ ഒരു പ്രോബ്ലം മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് ഈസിയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് വർഷം തന്നിട്ടുണ്ട്, പ്രൈസും തന്നിട്ടുണ്ട്. 2000 മുതൽ 2008 വരെ ഉള്ള ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കോളായിട്ട് ഇയറും പ്രൈസും എഴുതി. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, ബേസ് ഇയർ ഇവിടെ 2000 ആയിട്ട്, കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലോ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ ബൈ ടേക്കിംഗ് 2000 ആസ് എ ബേസ് ഇയർ. 2000 ആണ് ഇവിടെ ബേസ് ഇയർ ആയിട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷം തന്നെയാണ് നമുക്ക് ബേസ് ഇയർ ആയിട്ടുള്ളത്. ആദ്യത്തെ വർഷം നമ്മൾ അവിടെ 100 അവിടെ എഴുതുന്നു എന്ന് മാത്രം, പ്രത്യേകിച്ച് ഒന്നുമില്ല അവിടെ. ഇനി 2001 പോവുകയാണെങ്കിൽ അവിടുത്തെ പ്രൈസ് 5 ആണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? 5 കറണ്ട് ഇയറിലെ പ്രൈസ് എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ 5 ഡിവൈഡ് ബൈ ബേസ് ഇയറിലെ പ്രൈസ് 4 ഇൻറ്റു 100. അടുത്തത് 2002 പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ വർഷത്തെ പ്രൈസ് ഡിവൈഡ് ബൈ ആ ബേസ് ഇയർ എപ്പോഴും 2000 ആണ്. അപ്പോൾ എല്ലായ്പ്പോഴും 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഓരോ വർഷത്തെയും പ്രൈസ് എടുക്കുക, അത് ഡിവൈഡ് ബൈ ബേസ് ഇയർ ആയിട്ടുള്ള 2004 ആണ് നമ്മൾ എടുക്കുന്നത്, ഇൻറ്റു 100 ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കാരണം 5/4, 6/4, 7/4, 8/4, 10/4, 9. അപ്പോൾ ഇവിടെ എല്ലാം കറണ്ട് ഇയറും ബേസ് ഇയറിലെ പ്രൈസും മാത്രം എടുത്തിട്ട് ഇൻറ്റു 100 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസാണ് ഇവിടെ വരുന്നത്. അത്ര ഇവിടെ ചെയ്യാനുള്ളൂ. രണ്ടാമത്തെ അല്ലാതെ വേറെ ഇക്വേഷൻസും കാര്യങ്ങളൊന്നുമില്ല, കൺവേർട്ട് ചെയ്യുന്ന രീതി മാത്രമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ചെയിൻ ബേസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു സംഭവം തന്നെയാണ് ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ. ഇതും ഇൻഡെക്സ് നമ്പേഴ്സ് തന്നെയാണ്. പക്ഷേ നമ്മൾ മുന്നേ പറഞ്ഞ ഒരു മെത്തേഡിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം നോക്കിയാൽ തന്നെ അറിയാം, 2000 മുതൽ 2008 എടുക്കുമ്പോഴും നമ്മൾ ബേസ് ഇയർ ആക്കി എടുത്തത് 2000-ലാണ്. പക്ഷേ 2008 വരുമ്പോൾ 8 വർഷങ്ങൾ കഴിഞ്ഞു അവിടെ. അപ്പോൾ നമുക്ക് ആ ഒരു മാറ്റം എന്താണെന്ന് കൃത്യമായിട്ട് അവിടെ പറയാൻ സാധ്യമല്ല. കാരണം ഇപ്പോഴും നമ്മൾ ബേസ് ഇയർ ആക്കി എടുത്തിരിക്കുന്നത് ഒരു 8 വർഷം മുന്നത്തെ ഒരു നമ്പർ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ആ ഒരു ലിമിറ്റേഷനെ ഓവർകം ചെയ്യാനാണ് ഈ ഒരു മെത്തേഡ്, ഈ ചെയിൻ ബേസ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇവിടെ ഒരു സീരീസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും ഓരോ ഇയർലി. അത് തൊട്ട് മുന്നേ പ്രിസീഡിങ് ആയിട്ടുള്ള ആ ഇയറിനെ തന്നെയാണ് ബേസ് ഇയർ ആയിട്ട് എടുത്തിട്ടുണ്ടാവുക. ഇത് പല ഫീൽഡിലും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് മാറ്റങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൊസൈറ്റിയിലും. ഫാഷനും ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ, അവിടെ കൺസംഷൻ പാറ്റേൺ ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ വർഷം കഴിയും തോറും. അപ്പോൾ റിലേറ്റീവ് ഇമ്പോർട്ടൻസ്
ഓരോന്നിനെയും എടുത്തറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. ചില സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും പുതിയ പ്രൊഡക്റ്റും ഒക്കെ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില ഐറ്റംസ് പാസ്റ്റിൽ യൂസ് ചെയ്തൊന്നും ഇപ്പം ഔട്ട്ഡേറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ കാര്യങ്ങളൊന്നും അവിടെ എന്താണ് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ലല്ലോ. ദെർഫോർ സച്ച് ഐറ്റംസ് ആർ ടു ബി ഡിസ്കാർഡഡ്. ന്യൂ ഐറ്റം ഇൻ ദെയർ പ്ലേസ് മസ്റ്റ് ബി ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ പഴയ സാധനങ്ങൾക്ക് പകരം അവിടെ പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ വരുന്ന ഒരു ചേഞ്ചിനെ പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ബേസ് ഇയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫിക്സഡ് ആക്കി വെക്കുന്നില്ല. പകരം നമ്മൾ ചെയ്യുന്നത് തൊട്ട് മുന്നുള്ള പ്രിസീഡിങ് ഇയർ എന്താണോ അതിനെ തന്നെയാണ് ഓരോ വർഷം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ ഒരു ഫോർമുല തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തത് ഫിക്സഡ് ബേസ് ആകുമ്പം ഏത് വർഷമാണോ കറണ്ട് ഇയറിൽ എന്താണോ ഡിവൈഡ് ബൈ ഫിക്സഡ് ബേസിലെ വാല്യൂ ഇൻറ്റു 100 ആണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ അങ്ങനെ ഫിക്സഡ് ബേസ് ഇല്ല. 2000 മുതൽ 2008 വരെ ഉണ്ട്. കുറച്ച് പ്രൈസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലിങ്ക് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷം നമുക്ക് രണ്ട് കേസിലും 100 തന്നെയാണ്. അവിടെ പ്രത്യേകിച്ച് ഒന്നും കണക്ട് ചെയ്യാനില്ലല്ലോ. തൊട്ട് മുകളിലത്തെ നമുക്ക് അറിയാത്തതുകൊണ്ട് അവിടെ 100ൽ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം 2001 വരുമ്പോൾ ആ വർഷത്തെ പ്രൈസ് എത്ര 65 ആണ്. അത് ഡിവൈഡ് ബൈ തൊട്ട് മുന്നത്തെ പ്രൈസ് 50 ആണ്. 65 ഡിവൈഡ് ബൈ 50 ഇൻറ്റു 100 നമുക്കൊരു വാല്യൂ കിട്ടി. ഇനി അതിനുശേഷം 2002 വന്നു കഴിഞ്ഞാൽ 60/65 തൊട്ട് മുകളിലത്തെ പ്രൈസിനെയാണ് വീണ്ടും എടുക്കുന്നത്. അല്ലാതെ നമ്മൾ കഴിഞ്ഞതിൽ ചെയ്ത പോലെ എപ്പോഴും 50 അല്ല ഡിവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. തൊട്ട് മുകളിലത്തെ ഓരോ വർഷവും എടുക്കുക. അപ്പോൾ 60/65, പിന്നെ 72/60, 70/72, 69/70 അങ്ങനെയാണ് ഇത് ചെയ്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ചെയിൻ ബേസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ചെയിൻ ബേസിന് നമുക്ക് വേണമെങ്കിൽ ഫിക്സഡ് ബേസിലേക്ക് കൺവേർട്ടൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. കറണ്ട് ഇയറിലെ ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ എന്താണോ അത് ഇൻറ്റു പ്രീവിയസ് ഇയറിലെ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുക ഡിവൈഡ് ബൈ 100. അങ്ങനെ ഒരു പ്രോബ്ലം കൂടി നമുക്കിവിടെ നോക്കാം. ജസ്റ്റ് ഇയർ തന്നിട്ടുണ്ട്, ചെയിൻ ഇൻഡെക്സും തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഫിക്സഡ് ബേസ് ഇൻഡെക്സിലേക്ക് ആക്കി മാറ്റുകയാണ് വേണ്ടത് അല്ലേ, കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയിൻ ബേസും ഫിക്സഡ് ബേസും തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. 2004 നമുക്ക് കിട്ടിയ ഇൻഡെക്സ് 90 ആണ്. അപ്പോൾ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് 2 കോളത്തിലും 90 എഴുതി. 2005 വരുമ്പോൾ 105 ആണ് ചെയിൻ ബേസ്. അപ്പോൾ 105 ഇൻറ്റു തൊട്ട് മുകളിൽ എന്താണ് 90 ആണല്ലോ ഉള്ളത്, ഇൻറ്റു 90 ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. 2006 വരുമ്പോൾ ശ്രദ്ധിക്കുക 102 ഉള്ളത്. 102 ഇൻറ്റു പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ചെയ്ത് കിട്ടിയ ആൻസർ ഉണ്ടല്ലോ, ആ ആൻസർ വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് ചെയ്യുന്നത്. അല്ലാണ്ട് തൊട്ട് മുകളിലത്തെ നമ്പർ വെച്ചിട്ടല്ല ചെയ്യുന്നത്. അതാണ് ഇവിടെ വരുന്ന ഒരു വ്യത്യാസം. കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ചെയ്ത് കിട്ടുന്ന ഓരോ ആൻസേഴ്സിനെ വെച്ചുകൊണ്ടായിരിക്കും അടുത്ത കോളത്തിലേക്ക് നമ്മൾ ഫിൽ ചെയ്ത് കൊണ്ടുവരുന്നത്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി തിരിച്ച് നമുക്ക് നേരത്തെ കൺവേർഷൻ ചെയ്തത് ചെയിൻ ബേസ് എന്ന് ഫിക്സഡ് ആയിരുന്നു. ഇനി ഫിക്സഡ് നിന്ന് ചെയിനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്നത് കറണ്ട് ഇയറിലെ പ്രൈസ് ഡിവൈഡഡ് ബൈ, നേരത്തെ നമ്മൾ കറണ്ട് ഇയറിലെ പ്രൈസ് ഇൻറ്റു ഫിക്സഡ് ബേസിലെ പ്രൈസ് ആയിരുന്നു ചെയ്തത്, ഡിവൈഡഡ് ബൈ 100 ആയിരുന്നു. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ കറണ്ട് ബൈ ഫിക്സഡ് ഇൻറ്റു 100 അങ്ങനെയാണ് ചെയ്യുക. ജസ്റ്റ് പ്രീവിയസ് ഇയറിലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇയറും ഇൻഡെക്സ് നമ്പേഴ്സും ഇവിടെ തന്നിട്ടുണ്ട്. ഇയർ എഴുതാം, ഫിക്സഡ് ബേസും തന്നിട്ടുണ്ട്. ഇനി ചെയിനിലേക്ക് മാറ്റുമ്പം ആദ്യത്തെ വർഷത്തിൽ നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല, അവിടെ 94 തന്നെ എഴുതാം. രണ്ടാമത്തെ വർഷം എടുക്കുമ്പോൾ കറണ്ട് ഇയറിലെ പ്രൈസ് എടുക്കാനല്ലോ പറഞ്ഞത് 98, അവിടെ ഡിവൈഡഡ് ബൈ, അപ്പോൾ 94 ബേസ് ആദ്യത്തെ വർഷത്തെ ഇൻറ്റു 100 എടുക്കുക. അതിനുശേഷം 2006 വരുമ്പോൾ 102 ഡിവൈഡഡ് ബൈ 98. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺവേർഷനിൽ ആ ഡിഫറൻസ് എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും. ആദ്യത്തെ കേസിൽ ചെയിനിൽ നിന്ന് ഫിക്സഡിലേക്ക് മാറുമ്പോൾ ആദ്യം നമ്മളിങ്ങനെ ചെയ്തെന്താ 2 വർഷത്തെയും പ്രൈസ് ഇൻറ്റു ചെയ്തിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു പോയി. അടുത്തത് ഓരോന്ന് കാണുമ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ വെച്ചിട്ടായിരുന്നു കറണ്ട് ഇയറിലെ പ്രൈസ് ഇൻറ്റു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ വർഷത്തെ അങ്ങനെ എഴുതി, രണ്ടാമത്തെ വർഷത്തെ കറണ്ട് ഇയറിലെ പ്രൈസ് ഡിവൈഡ് ബൈ ബേസ് കൊടുത്തുകൊണ്ട് ചെയ്തു. മൂന്നാമത് എടുക്കുമ്പോൾ വീണ്ടും ആ മുന്നുള്ള ഓരോ വർഷത്തിനെ എടുക്കുന്നതല്ലാണ്ട് ഇവിടെ ചെയ്ത് കിട്ടുന്ന ആൻസർ അല്ല ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് ഡിസ്റ്റിങ്ഷൻ എന്താണ് ഈ ഫിക്സഡ് ബേസും ചെയിൻ ബേസ് ഇൻഡെക്സ് തമ്മിലുള്ള
ഡിഫറൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പേഴ്സ് ആകുമ്പോൾ അതെപ്പോഴും സ്ഥിരമായിരിക്കും അല്ലേ, ആ ബേസ് എപ്പോഴും മാറുന്നില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും കമ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചെയ്ത ക്വസ്റ്റ്യന് 2004 മുതൽ 2008 വരെ എന്ന് പറയുമ്പം 4 ബേസ് ഇയർ എങ്കിൽ നമ്മളെല്ലാം കമ്പയർ ചെയ്യുന്നത് എത്ര വർഷമാണെങ്കിലും ആ ഒരു ഫിക്സഡ് ബേസ് ഇയറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും. ചെയിൻ ബേസ് ഇൻഡെക്സ് പറയുമ്പം ഇവിടെ പോയിന്റ് ഓഫ് ടൈമിനെയാണ് കമ്പയർ ചെയ്യുന്നത്, ഒരു പ്രീവിയസ് പീരീഡുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഫിക്സഡ് ബേസിൽ ബേസ് എന്ന് പറയുന്നത് നമുക്ക് ഏത് വേണമെങ്കിലും ഏത് ഇയറിനെയും ബേസ് ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ചെയിൻ ബേസിൽ എന്ന് പറയുമ്പോൾ പ്രിസീഡിങ് പീരീഡ് എന്താണോ അതിനെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഫിക്സഡ് ബേസിൽ ഒരിക്കലും അതിലൊരു പുതിയ ഐറ്റത്തെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. പക്ഷേ ചെയിൻ ബേസ് മെത്തേഡിൽ അത് പോസിബിൾ ആണ്. ചെയിൻ ബേസ് മെത്തേഡിലാണെന്ന് വെച്ചാൽ വെയിറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഫ്രീക്വൻ്റ്ലി, ഇടയ്ക്കിടയ്ക്ക് തന്നെ അത് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന പോലെ. ഫിക്സഡ് ബേസ് മെത്തേഡിൽ അങ്ങനെ ഒരിക്കലും വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫിക്സഡ് ബേസ് മെത്തേഡിൽ കമ്പാരിസൺ ഏത് തമ്മിൽ അഡ്ജസ്റ്റൻ്റ് പീരീഡ് ഈസ് നോട്ട് പോസിബിൾ. നമ്മളെപ്പോഴും ഏറ്റവും ബേസ് ഇയർ എന്നാണ് അതിനെ വെച്ചിട്ടാണ് എപ്പോഴും നമ്മൾ ചെയ്യുക. പക്ഷേ ചെയിൻ ബേസ് എന്ന് പറയുമ്പോൾ തൊട്ട് മുന്നത്തെ വർഷങ്ങളെടുത്ത് നമ്മൾ ചെയ്യുന്നത്. പിന്നെ സീസണൽ വേരിയേഷൻസ് ഒരിക്കലും ചെയിൻ ബേസ് മെത്തേഡിൽ അഫക്റ്റ് ചെയ്യുന്നില്ല, അത് അഡോപ്റ്റ് ചെയ്യാൻ അതുകൊണ്ട് പറ്റില്ല. ആൻഡ് അഫക്റ്റ് ടു സം എക്സ്റ്റെൻറ്റ് ഫിക്സഡ് ബേസ് മെത്തേഡ് ആണെങ്കിൽ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ചെയിൻ ബേസ് മെത്തേഡാണ്. കാരണം അവിടെ എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാണ്. അതേപോലെ തന്നെ ഇനി എറർ ഇൻ പെർട്ടിക്കുലർ ഇയർ വിൽ നോട്ട് അഫക്റ്റ് ദ റിസൾട്ട്സ് ഓഫ് ഓൾ ഇയേഴ്സ് ഇൻ ഫിക്സഡ് ബേസ് മെത്തേഡ്. ഇനി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇയറിലൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതൊരിക്കലും അതിൻ്റെ റിസൾട്ട് അതിനെ മൊത്തത്തിൽ ബാധിക്കുന്നില്ല. പക്ഷേ ഒരു വർഷത്തെ ബട്ട് ആൻ എറർ ഇൻ 1 ഇയേഴ്സ് കാൽക്കുലേഷൻ വിൽ അഫക്റ്റ് ദ റിസൾട്ട് ഓഫ് ഓൾ സബ്സീക്വൻറ്റ് ഇയേഴ്സ്. ഏതെങ്കിലും ഒരു വർഷത്തെ കാൽക്കുലേഷനിൽ വല്ല തെറ്റ് വരികയാണെങ്കിൽ അത് മറ്റുള്ള ഇയേഴ്സിനെ അത് അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. ഒരു വർഷത്തിൽ വരുന്ന ഒരു എറർ എന്ന് പറയുമ്പം അത് നമുക്ക് പ്രശ്നം അവിടെ വരുന്നില്ല. പക്ഷേ അതിൻ്റെ കാൽക്കുലേഷനിൽ ഒരു മിസ്റ്റേക്ക് വരുമ്പം അതെല്ലാറ്റിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ രണ്ട് മെത്തേഡ് തമ്മിലുള്ള ഡിഫറൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ അത് ആ ഒരു 4 ഇക്വേഷൻ പറഞ്ഞു, അതിൽ അപ്ലൈ ചെയ്യേണ്ട വിധം കാണിച്ചു തന്നു. പിന്നെ നമ്മൾ 2 ഡിസ്കസ് ചെയ്തത് ഫിക്സഡ് ബേസും ചെയിൻ ബേസും എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നോക്കി. അതേപോലെ തന്നെ കൺവേർഷനും കൂടി പറഞ്ഞു. ഫിക്സഡിനെ കൺവേർട്ട് ചെയ്യാൻ ഫിക്സഡ് മെത്തേഡിൽ ചെയിൻ ബേസിലേക്ക് കൺവേർട്ട് ചെയ്യാനും ചെയിൻ ബേസിൽ നിന്ന് ഫിക്സഡിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷനും പ്രോബ്ലംസും ഒക്കെ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഈ 2 മെത്തേഡ് തമ്മിലുള്ള ഡിഫറൻസുകളും നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കാരണം നിങ്ങൾ ഈ തരുന്ന ഈ ഒരു കമൻറ്റ് ആണെങ്കിലും ലൈക്ക് ആണെങ്കിലും ഷെയർ അത് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ മുന്നോട്ട് പോകാനൊരു പ്രചോദനമായിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹവും കാര്യങ്ങളും എല്ലാം നമ്മൾ അറിയുന്നത് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും വീഡിയോ ചെയ്യുമ്പോൾ കൃത്യമായി പറയുന്നത്. അതേപോലെ QTയുടെയും 4th സെമസ്റ്ററിൻ്റെയും എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ ഓൾറെഡി ബാക്കി എല്ലാ സബ്ജക്റ്റും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വേണ്ട ആളുകളൊക്കെ ആ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ക്ലാസ് വൈസ് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ട ആളുകൾ ചെയ്യുക. കാരണം ഇപ്പോൾ ഈ വളരെ അടുത്ത് തന്നെ പല മെസ്സേജുകളും നമുക്ക് അടുത്ത വീഡിയോ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകൾ ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ക്ലിയറായി പറയുന്നത്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ചാനൽ എടുത്തുകൊണ്ട് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണാം. അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ വേണ്ടത് ആ സബ്ജക്റ്റിൻ്റെ വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി 4th സെമസ്റ്ററിൽ QTയുടെ മാത്രമാണ് നമുക്ക് പെൻഡിങ് ഉള്ളത്. അതെന്തായാലും എക്സാം ആകുമ്പോഴേക്കും മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി നോക്കാം മുൻ വർഷങ്ങളിൽ. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്